ഹലോ വെൽക്കം ബാക്ക് ടു ഫാമിലി പാനറ്റോക്സ്. അപ്പൊ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് 1000 years old എന്ന് പറയുന്ന PL ഡ്രാമയുടെ സെക്കൻഡ് എപ്പിസോഡാണ്. കഴിഞ്ഞ എപ്പിസോഡിന്റെ ലാസ്റ്റ് പണിന്റെ റൂമിലെത്തി വാമ്പയർ ആണോ എന്ന് സംശയിച്ച് നിൽക്കുന്ന യോയെ കാണിച്ചുകൊണ്ടാണ് നിർത്തിയത്. ഇപ്പൊ ഈ എപ്പിസോഡിന്റെ തുടക്കത്തില് ബാക്കിലൂടെ പയ്യെ പന്ന് വന്നിട്ട് നമ്മുടെ യോയുടെ കഴുത്തിലൊക്കെ അടിക്കുന്നുണ്ട്. പേടിച്ച് താഴെ വീഴുന്ന യോ ചോദിക്കുന്നുണ്ട്, നീ വാമ്പയർ ആണോ എന്ന്. അപ്പൊ പന്നം പറയാണ്, അതെ, ഞാൻ ഈ 100 വർഷക്കാലമായിട്ട് ജീവിക്കുന്നുണ്ട്. ഇപ്പൊ ഞാൻ നിന്റെ പ്യുവർ ആയിട്ടുള്ള ബ്ലഡ് കുടിക്കാനും വേണ്ടിയിട്ടാണ് ഇത്രയും കാലവും കാത്തിരുന്നത് എന്നും പറയാണ്. യോയും ചോദിക്കുന്നുണ്ട്, നീ എന്റെ കഴുത്തിൽ കടിക്കാൻ വരുവാണോ? അങ്ങനെയാണെങ്കിൽ ഞാനും വാമ്പയർ ആവത്തില്ലേ? എനിക്ക് വാമ്പയർ ആവണ്ട എന്ന് പറഞ്ഞ് അവനവിടെ കിടന്ന് കരയാണ്. അങ്ങനെ നമ്മുടെ പന്ന് അവന്റെ അടുത്തേക്ക് തന്നെ ചെന്നോണ്ടിരിക്കുകയാണ് അവന്റെ ചോര കുടിക്കാനായിട്ട്. ഇതേ സമയം അവനാണെങ്കിലും പേടിച്ച് കരഞ്ഞോണ്ടിരിക്കുകയാണ്. ഞാനിനി ഒന്നും ചെയ്യത്തില്ല, എന്നെ വെറുതെ വിട്ടേക്ക് എന്ന് പറഞ്ഞ് കരഞ്ഞോണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് അവനും അവന്റെ വായിന്ന് ആ ഫേക്ക് ആയിട്ടുള്ള പല്ലെടുക്കുന്നത്. ഇതെല്ലാം യോയെ പേടിപ്പിക്കാനും വേണ്ടിയിട്ട് വെറുതെ പന്ന് ചെയ്തു വെച്ചാണ്. പന്നിപ്പോ യോയോട് ചോദിക്കുന്നുണ്ട്, നിനക്കപ്പോ വാമ്പയർസിന് പേടിയാണോ എന്ന് ചോദിക്കുമ്പോ അവനും പറയുന്നുണ്ട്, എനിക്ക് വാമ്പയർസിനൊന്നും പേടിയില്ല, നീ എന്തോ ഈ പറയുന്ന എന്നൊക്കെ ചോദിക്കാണ്. പക്ഷേ പന്നിന്റെ ഫ്രണ്ടില് ഇപ്പൊ യോ കാണിച്ച എല്ലാ പ്രകടനവും കണ്ടിട്ട് വാമ്പയർസിനെ പേടിയാന്ന് പന്ന് മനസ്സിലാക്കിയിരിക്കുകയാണ്. നിനക്ക് വാമ്പയർസിനെ പേടിയാണോ എന്നറിയാനും വേണ്ടിയിട്ടാണ് ഞാനിത് ടെസ്റ്റ് ചെയ്തത്. എനിക്ക് മനസ്സിലായി നിനക്ക് വാമ്പയർസിന് നല്ല പേടിയാണെന്ന്. എന്തായാലും ഞാനൊരു കാര്യം പറയാം, ഈ ലോകത്ത് ഞങ്ങളെ പോലുള്ള നല്ല വാമ്പയർസും ഉണ്ട് എന്ന് പറയാണ്. ഇത് കേട്ടിട്ട് കൂടുതലൊന്നും തന്നെ പറയാതെ യോ അവിടുന്ന് ദേഷ്യം പിടിച്ച് പോവുകയാണ്. പിന്നീട് നമ്മളെ കാണിക്കുന്നത് പന്നിന്റെ സ്റ്റോറിയാണ്. അവൻ ഈ ലോകത്ത് നൂറ്റാണ്ടുകളായിട്ട് താമസിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അവന്റെ ചുറ്റിനുമുള്ള മറ്റുള്ളവരെല്ലാം ജനിക്കുന്നു, കുറെ കാലം കഴിഞ്ഞ് അവര് വലുതായി കുറെ കഷ്ടപ്പാടുകളിലൂടെയൊക്കെ കടന്നുപോയി അവർ പെട്ടെന്ന് മരിക്കുകയും ചെയ്യുന്നുണ്ട്. അവൻ ഇത്രയും കാലവും ഒറ്റയ്ക്ക് തന്നെയാണ് താമസിച്ചിരുന്നത്. പല കാലഘട്ടങ്ങളും കഴിഞ്ഞുപോയി. പക്ഷേ എന്നിട്ടും അവൻ ആരും തന്നെ കൂട്ടുണ്ടായിരുന്നില്ല. അവന് മറ്റുള്ളവരെ പോലെ തന്നെ ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അവന്റെ ഈ പ്രായം വെക്കാത്ത സുന്ദരമായ മുഖം കാരണം അവൻ തന്നെ മടുത്തിരിക്കുകയാണ്. അങ്ങനെ മരിക്കണമെന്നുള്ള ആഗ്രഹത്തില് സൂയിസൈഡ് ചെയ്യുന്നുണ്ടെങ്കിലും മരിക്കാനൊന്നും കഴിയുന്നില്ല. അവന്റെ ശരീരത്തിൽ നിന്ന് കുറച്ച് ബ്ലഡ് പോകുന്നത് മാത്രമേ ഉള്ളൂ. പിന്നീട് കാലങ്ങൾ കഴിഞ്ഞ് മോഡേൺ കാലം എത്തിയിരിക്കുകയാണ്. അവനും ഒരു ഗ്യാങ്ങിന്റെ മെമ്പർ ആയിരിക്കുകയാണ്. അവിടെ ഇരിക്കുന്ന ഒരാളും ഇവരോട് പറയുന്നുണ്ട്, ഇനി നിങ്ങൾ എങ്ങാനും ഏതെങ്കിലും ഫൈറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾ മരിച്ചു പോകും കേട്ടോ, അതുകൊണ്ട് ഫൈറ്റിലൊന്നും ചെല്ലല്ലേ എന്ന് പറയാണ്. ഇത് കേട്ട് നമ്മുടെ പന്നിനാണെങ്കിൽ സന്തോഷമാണ് തോന്നുന്നത്, അങ്ങനെയെങ്കിലും മരിക്കാലോ എന്ന്. അപ്പൊ എന്റെ മരിക്കാനുള്ള ചാൻസ് ഇതാ എത്തിന്ന് പറഞ്ഞ് അടുത്തൊരു ഫൈറ്റിന് പോവുകയാണ് അവൻ. അവന്റെ ഗ്യാങ്ങിലുള്ള മറ്റുള്ളവരെല്ലാം ഫൈറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും ഇവൻ രണ്ട് കൈയും നീട്ടി വെച്ച് എല്ലാ വെടിയുണ്ടെയും ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവന് കരുതുന്നുണ്ട് അവൻ മരിച്ചു എന്ന്. സ്വന്തമായിട്ട് സന്തോഷിച്ചിട്ട് ഓരോ സംഭവങ്ങൾക്കും ബായ് പറയുന്നുണ്ട്. ഞാൻ ഇത്രയും കാലം ഈ ലോകത്ത് ജീവിച്ചു, അതുകൊണ്ട് ലോകമേ ബായ്. പിന്നെ അത് മാത്രല്ല, ഈ സൂര്യ, നിന്നെ പേടിച്ച് ഞാൻ ഈ കൊടയുമായിട്ടായിരുന്നു ഇത്രയും നാളും നടന്നത്. ഇനി എനിക്ക് നിന്നെ പേടിക്കേണ്ട ആവശ്യമില്ല. നീ ഇപ്പൊ ചൂട് എത്ര എന്റെ ദേഹത്ത് അടുപ്പിച്ചാലും എനിക്ക് ഒന്നും തന്നെ ഇല്ല, അതുകൊണ്ട് ബായ് എന്ന് പറഞ്ഞ് അവന് മരിച്ചെന്ന് കരുതിയിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ബ്ലഡിന്റെ മണം വരുന്നത്. അങ്ങനെ അവനും ചെല്ലുമ്പോഴാണ് അവിടെ പോർക്ക് ബ്ലഡ് സൂപ്പ് അവൻ ആദ്യമായിട്ട് കുടിക്കുന്നത്. എന്നിട്ട് അവൻ തീരുമാനിക്കുന്നുണ്ട്, ഇനി ഞാൻ ഈ പോർക്ക് ബ്ലഡ് സൂപ്പ് കുടിക്കാനും വേണ്ടി മാത്രം ജീവിച്ചിരിക്കും എന്ന് പറയാണ്. പിന്നീട് കാണിക്കുന്നത് ഇപ്പൊ പന്നിന് ഇടിയും മിന്നലും പേടിയാണ്. അവനും അങ്ങനെ പേടിച്ചിരിക്കുമ്പോഴാണ് അവൻ തന്നെ സ്വന്തമായിട്ട് ചിന്തിക്കുന്നത്, പക്ഷേ ഞാൻ യോയുടെ അടുത്ത് നിൽക്കുമ്പോ അതിന്റെ ഒന്നും തന്നെ ചിന്തിക്കാറില്ല. കാരണം അവനെ എന്റെ കൂളായിട്ടുള്ള സൈഡ് കാണിക്കണം എന്ന് എനിക്ക് തോന്നുന്നു. അല്ലെങ്കിൽ അവൻ വിചാരിക്കത്തില്ലേ എന്നെ പോലെ ഒരു വാമ്പയറിന് ഇടിയും മിന്നലും പേടിയാണെന്ന്. എന്നിട്ട് അവനും പറയുന്നുണ്ട്, അതെ, ഞാനൊരു വാമ്പയറാണ്, പക്ഷേ എന്റെ ഒരേ ഒരു സൂപ്പർ പവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ ആർക്കും ഉപദ്രവിക്കാനും കഴിയത്തില്ല, അല്ലെങ്കിൽ കൊല്ലാനും കഴിയത്തില്ല. എന്നിട്ട് ഇടിയും മിന്നലും പേടിച്ചിട്ട് അവൻ നേരത്തെ കിടന്ന് ഉറങ്ങുന്നുണ്ട്. കാരണം അവന് രാവിലെ എണീറ്റിട്ട് വേണം പോർക്ക് ബ്ലഡ് സൂപ്പ് കുടിക്കാൻ വേണ്ടിട്ട് പോവാൻ. പക്ഷെ രാവിലെ എണീറ്റ് കടയുടെ ഫ്രണ്ടിൽ ചെന്ന് നിൽക്കുമ്പോഴാണ് അവന് മനസ്സിലാക്കുന്നത് ആ കട അടച്ചിരിക്കുന്നത്. അവിടെ കായ എത്തിയിട്ട് പറയുന്നുണ്ട് അവരിന് വരത്തില്ല, ഈ കട അടച്ച് പോയിരിക്കുകയാണ്. അങ്ങനെ മനസ്സിൽ അവനും ചിന്തിക്കുന്നുണ്ട്, ഞാൻ മരിക്കുന്നതിന് മുന്നേ നീ എന്നെ വിട്ടു പോയത് എന്തിനാ എന്നൊക്കെ ചിന്തിക്കുകയാണ്. അങ്ങനെ ഷോപ്പ് പൂട്ടിപ്പോയതിൽ സങ്കടപ്പെട്ട് നിൽക്കുന്ന നമ്മുടെ പന്നിന്റെ ബാക്കിൽ നിന്ന് നമ്മുടെ യോയും ശ്രദ്ധിക്കുന്നുണ്ട്. നെക്സ്റ്റ് സീനിൽ കാണിക്കുന്ന നമ്മുടെ പന്നെ കണ്ടു കഴിഞ്ഞാൽ അവൻ യഥാർത്ഥത്തിൽ മരിച്ചു എന്ന് തന്നെ നമ്മൾ വിചാരിക്കും. കാരണം അവന്റെ പോർക്ക് ബ്ലഡ് സൂപ്പ് ഇല്ലാതെ അവൻ വളരെ വിഷമത്തിലാണ്. ഇനിയിപ്പോ ഞാൻ എന്തോ ചെയ്യും എന്നൊക്കെ ആലോചിച്ച് സങ്കടപ്പെട്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് തന്നെ നമ്മുടെ കായ അവിടെ വന്ന് കഥവ് തട്ടുന്നത്. അവളും വേറൊരു കടയിൽ പോയിട്ട് പോർക്ക് ബ്ലഡ് സൂപ്പ് അവന് വേണ്ടി വാങ്ങിക്കൊണ്ട് വന്നിരിക്കുകയാണ്. കായും അവന്റെ റൂമൊക്കെ കണ്ടിട്ട് നീ ഒരു വാമ്പയർ വല്ലതും ആണോ എന്ന് ചോദിക്കുകയാണ്. പക്ഷെ നമ്മുടെ പന്നിന്റെ ഫുൾ കോൺസെൻട്രേഷനും അവൾ അഴിക്കുന്ന ആ ഒരു പോർക്ക് ബ്ലഡ് സൂപ്പിന്റെ കവറിനകത്താണ്. കായ് ഇങ്ങനെ വാമ്പയർ ആണോ ചോദിക്കുമ്പോ അതേന്നാണ് അവന് ഉത്തരം കൊടുക്കുന്നത്. ഇത് കേട്ട കായും ചോദിക്കുന്നുണ്ട്, നിന്റെ തലയുടെ സ്ക്രൂ എവിടെയെങ്കിലും ഊരിപ്പോയോ? നീ എന്തായാലും ഒരു ഡോക്ടറിനെ കാണുന്നത് അത്യാവശ്യമായിരിക്കും എന്ന് പറയാണ്. ഇത് കേട്ട പന്നും പറയുന്നുണ്ട്, ആ ശരി, ഞാൻ ഡോക്ടറിനെ കണ്ടോളാം എന്ന് പറഞ്ഞിട്ട് അവന്റെ കോൺസെൻട്രേഷൻ അതിനകത്തൊന്നും മാറുന്നതേ ഇല്ല. കായും ചോദിക്കുന്നുണ്ട്, നിനക്ക് ബ്ലഡ് ഒത്തിരി ഇഷ്ടമല്ലേ, അതിന്റെ അർത്ഥം നീ യഥാർത്ഥത്തിൽ വാമ്പയർ ആണോ എന്ന് ചോദിക്കുമ്പോ അവനും പറയാണ്, ആ അതാ, ഞാൻ യഥാർത്ഥത്തിൽ വാമ്പയറാ എന്ന് പറയാണ്. അപ്പോഴാണ് നമ്മുടെ കായും ചോദിക്കുന്നത്, എനിക്ക് പിന്നെ യോയും വാമ്പയർ ആയിരിക്കണമല്ലോ, അവന് ഒത്തിരി ഇഷ്ടമല്ലേ ഈ ബ്ലഡ് സൂപ്പ്. ഇതേ സമയം നമ്മുടെ പൻ നോക്കുമ്പോ അവളാണെങ്കിൽ പയ്യെ ഇങ്ങനെ അഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണെങ്കിൽ അഴിയുന്നത് കൂടിയില്ല. അങ്ങനെ അവനും അത് മേടിച്ചിട്ട് എങ്ങനെയെങ്കിലും അത് അകത്താക്കാൻ വേണ്ടിട്ട് സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മുടെ പന്നിന് ഒരു കറുത്ത ക്യാറ്റ് ഉണ്ട്. ഇതിനെ
പന്നിനെ കണ്ടിട്ട് അവള് ചോദിക്കുന്നുണ്ട്, ആ ഇരിക്കുന്ന ക്യാറ്റും വാമ്പയർ ആണോ എന്ന് ചോദിക്കുമ്പോഴാണ് പെട്ടെന്ന് കഥവിൽ ഒരു തട്ടല് കേൾക്കുന്നത്. അവിടെ നമ്മുടെ യോയും പന്നിന് വേണ്ടിയിട്ട് പോർക്ക് പ്ലേറ്റ് സൂപ്പ് വാങ്ങിക്കൊണ്ടെത്തിയിരിക്കുകയാണ്. അങ്ങനെ ഇവര് മൂന്നുപേരും ഇരുന്ന് സൂപ്പ് കുടിക്കുന്നുണ്ട്. ഒത്തിരി സൂപ്പ് കിട്ടിയത് കൊണ്ട് തന്നെ നമ്മുടെ പന്ന് സന്തോഷത്തിലാണ്. കാരണം അവന് ജീവിക്കാനുള്ള റീസൺ തന്നെയാണ് ഇപ്പൊ കിട്ടിയിരിക്കുന്നത്. പിന്നീട് നമ്മൾ കാണിക്കുന്നത് പന്നും യോയും ടെറസിൽ ഇരിക്കുന്നതാണ്. പന്നിനോട് യോയും വാമ്പയർസിനെ അവൻ ഇത്ര ഇഷ്ടപ്പെടാനുള്ള കാരണമാണ് ചോദിക്കുന്നത്. അപ്പോഴാണ് അവനും പറയുന്നത്, ഞാനൊരു വാമ്പയർ തന്നെയാണെന്ന്. ഇത് കേട്ട് നമ്മുടെ യോ വിചാരിക്കുന്നത് അവനെ വെറുതെ കളിയാക്കാനും വേണ്ടി പറയുന്നതാണെന്നാണ്. പന്നവനോട് സത്യം പറയാണ്. കാരണം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വാമ്പയർസ് ഉണ്ടെന്ന് അവൻ വിശ്വസിക്കുകയും ചെയ്യും, പിന്നെ അവനുമായിട്ട് ഫ്രണ്ട്സ് ആവുകയും ചെയ്യും. അതുകൊണ്ടാണ് യോയോട് സത്യം പറയുന്നത്. പക്ഷെ നമ്മുടെ യോ ആണെങ്കിൽ ഇത് കേട്ടിട്ട് ഒരു തരി പോലും വിശ്വസിക്കുന്നില്ല. എന്നിട്ട് അവൻ ടെസ്റ്റ് ചെയ്യാനും വേണ്ടിട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. അവനും ചോദിക്കുന്നുണ്ട് വാമ്പയർസ് ഏത് പ്ലാനറ്റിൽ നിന്നാണ് വരുന്നതെന്ന്. പക്ഷെ അവൻ ഓൾറെഡി ഉത്തരം അറിയാം, വാമ്പയർസും സാധാരണ മനുഷ്യരെ പോലെ തന്നെ എർത്തിൽ തന്നെയാണ് കാണപ്പെടുന്നതെന്ന്. അങ്ങനെ നമ്മുടെ പന്നും അതേ സെയിം ഉത്തരം തന്നെയാണ് പറയുന്നത്, ഞാൻ എർത്തിൽ നിന്നാണ് വരുന്നതെന്ന്. ഒരു കറക്റ്റ് ഉത്തരം പറഞ്ഞുകൊണ്ട് തന്നെ യോയും അത് വിശ്വസിക്കാൻ തയ്യാറല്ല. വീണ്ടും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, എങ്ങനെയാണ് വാമ്പയർസ് ഉണ്ടാവുന്നത്? ഒരു വാമ്പയർ ഒരു സാധാരണ മനുഷ്യന്റെ കഴുത്തിൽ കടിക്കുമ്പോഴാണോ അയാളും വാമ്പയർ ആവുന്നത് എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ പന്നം പറയുന്നുണ്ട്, എനിക്കും അതറിയത്തില്ല, കാരണം ഞാൻ ജനിച്ചപ്പോഴേ വാമ്പയർ ആയിരുന്നു എന്ന്. എന്റെ അമ്മ ഒരു വാമ്പയറിനാണ് കല്യാണം കഴിച്ചത്, അതുകൊണ്ട് തന്നെ ഞാൻ ജനിക്കുമ്പോഴേ ഒരു ഹാഫ് വാമ്പയർ ആണ്. എന്റെ ശരീരം മുഴുവനും വാമ്പയറിന്റെ ബ്ലഡ് ആണ്. ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ യോ വിചാരിക്കുന്നത്, ആഹാ കൊച്ചു കള്ളം, കുറെ റിസർച്ച് നടത്തിയിട്ടാണല്ലോ എന്റെ അടുത്ത് ഈ കള്ളം പറയുന്നത് എന്ന് ചോദിച്ചിട്ട് പന്നിനോട് ചോദിക്കുന്നുണ്ട്, നീ വാമ്പയർ ആയതുകൊണ്ടാണല്ലേ നിനക്ക് ബ്ലഡ് ഒത്തിരി ഇഷ്ടം, പിന്നെ നിനക്ക് സൂര്യനെ ഇഷ്ടമല്ലാത്തതും. പെട്ടെന്ന് തന്നെ നമ്മുടെ പന്ന അവനോട് പറയുന്നുണ്ട്, നിനക്ക് വാമ്പയർസിനെ പേടിയാണെന്നും അതിനെ ഇഷ്ടമല്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ സത്യം തുറന്നു പറഞ്ഞത്. പക്ഷേ ഞാനൊരു കാര്യം പറയാം, മറ്റാരോടും നീ ഈ കാര്യം തുറന്നു പറയാനേ പാടില്ല എന്ന് പറയാണ്. അങ്ങനെ നമ്മുടെ യോയും പറയുന്നുണ്ട്, ഓ നീ പേടിക്കണ്ട, നിന്റെ സീക്രട്ട് എന്റെ അടുത്ത് സേഫാ, ഞാൻ ആരോടും പറയത്തില്ല എന്ന് പറയുകയാണെങ്കിലും നെക്സ്റ്റ് സെക്കൻഡിൽ തന്നെ അവൻ അവന്റെ ഫ്രണ്ട്സിന്റെ അടുത്തെല്ലാം ഇത് പറയുന്നുണ്ട്. നിങ്ങൾ ഇത് ആരോടും പറയരുതെന്ന് നമ്മുടെ യോ അവരോട് പറയുന്നുണ്ട്. ലൂയിസ് ഇത് കേട്ടിട്ട് പറയുന്നത്, എനിക്ക് തോന്നുന്നത് അവന് വട്ടം കണ്ടെന്നാ, വാമ്പയർസ് ഒന്നും ഈ ലോകത്തില്ല എന്നൊക്കെ പറയാണ്. പക്ഷെ നമ്മുടെ യോ ഇത് കേട്ടിട്ട് പറയുന്നത്, ശരിയാ വാമ്പയർസ് ഒന്നും ആയിരിക്കില്ല, എനിക്ക് തോന്നുന്നത് അവനൊരു ഏലിയൻ ആണെന്നാ എന്ന് പറയുമ്പോൾ നമ്മുടെ ലൂയിസും പറയുന്നുണ്ട്, ആ ചുമ്മാ അല്ല, ആ വട്ടന്റെ കൂടെ കൂടി എന്റെ കൂട്ടുകാരനായി നിനക്കും വട്ടായിരിക്കുകയാണ്. അപ്പോഴാണ് അവന്റെ ഫ്രണ്ട് ബോയും ഫോണിൽ കാണുന്നത്. നീ എന്തോ കാണുന്നതെന്ന് പറഞ്ഞ് നമ്മുടെ യോ ചോദിക്കുമ്പോൾ അവള് പറയുന്നുണ്ട്, പാൻഡറ്റോക്സിനകത്ത് പുതിയ വാമ്പയറിന്റെ സീരീസ് എക്സ്പ്ലനേഷൻ തുടങ്ങിയിട്ടുണ്ട്, അതാ ഞാൻ കാണുന്നത് എന്ന് പറയുമ്പോൾ നമ്മുടെ യോയും പറയുന്നുണ്ട്, എങ്കിൽ എനിക്ക് കൂടി ഷെയർ ചെയ്യാൻ. അങ്ങനെ പിന്നീട് ബോയും ഫോണിൽ നോക്കുമ്പോഴാണ് പെട്ടെന്ന് ന്യൂസ് കണ്ട് അവള് ഞെട്ടുന്നത്. എന്തോ സംഭവം എന്ന് വീണ്ടും നമ്മുടെ യോ ചോദിക്കുമ്പോഴാണ് അവള് പറയുന്നത്, ഇപ്പൊ ഇന്റർനെറ്റിൽ എല്ലാരും ഇതിനെ പറ്റിയിട്ടാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു വാമ്പയർ കടിച്ച് ഒരു ചെറുക്കൻ മരിച്ചെന്നാണ് പറയുന്നത്. ആ പയ്യന്റെ കഴുത്തില് വാമ്പയറിന്റെ കടികളുടെ പാടുണ്ടെന്നും പറയാണ്. ഈ വാർത്ത കേട്ട യോയും ചെറുതായിട്ടൊന്ന് ഞെട്ടാണ്. ഇനി പണ്ട് യഥാർത്ഥത്തിൽ വാമ്പയർ ആണെങ്കിൽ അവനെ കടിച്ചു കഴിഞ്ഞാൽ അവൻ പെട്ടെന്ന് വാമ്പയറായി മാറുമോ എന്ന് പേടിക്കാണ്. ബോയും ചോദിക്കുന്നുണ്ട്, അവൻ യഥാർത്ഥത്തിൽ വാമ്പയർ ആണോ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ലൂയിസ് പറയുന്നത്, നിങ്ങളൊന്ന് മിണ്ടാതിരിക്കേ, അവന് വട്ടം കണ്ട, അവൻ വെറുതെ നമ്മുടെ യോയെ പേടിപ്പിക്കാനും വേണ്ടിയിട്ട് ഓരോന്ന് പറയുന്നതാണെന്ന് പറയാണ്. അപ്പോഴാണ് അവന്റെ മറ്റു കൂട്ടുകാരി, അവളുടെ പേരാണ് പക്, നമ്മൾ ഏലിയൻസ് ഉണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ട്, അതുപോലെ തന്നെ അവരിവിടെ ഉണ്ടെങ്കിൽ വാമ്പയർസും ഇല്ല എന്ന് എന്തുകൊണ്ട് വിശ്വസിക്കണം? ചിലപ്പോ അവരും ഇവിടെ ഉണ്ടെങ്കിലോ? ഇത് കേട്ട ലൂയിസ് ആണെങ്കിൽ അവളെ എതിർത്തോണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് തന്നെ ബോയും മറ്റൊരു ന്യൂസ് പറയുന്നുണ്ട്, ആ ഒരു ചെറുക്കൻ ഇവരുടെ കോളേജിലാണ് പഠിക്കുന്നതെന്നും അവര് മനസ്സിലാക്കുകയാണ്. ഇത് കേട്ട് നമ്മൾ ലൂയിസ് പറയണേ, എങ്കിൽ ശരി, നമുക്കൊരു കാര്യം ചെയ്താലോ, നമ്മുടെ പ്രൊജക്ടിന്റെ ടോപ്പിക്ക് വാമ്പയർസിലോട്ട് അങ്ങ് മാറ്റിയാലോ, ഏലിയൻസിൽ നിന്ന് മാറ്റിയിട്ട്. കാരണം ഏലിയൻസ് ഒക്കെ വേറെ പ്ലാനറ്റിൽ പോയി വേണം നമ്മൾ തപ്പാൻ, പക്ഷെ വാമ്പയർ ഇപ്പൊ നമ്മളെ തൊട്ടടുത്ത് തന്നെ ഉണ്ട് എന്ന് പറയാണ്. ഇത് കേട്ട് നമ്മുടെ പാക്ക് അവനെ ഇങ്ങനെ നല്ല രീതിയിലൊന്നും തുറച്ചു നോക്കുന്നുണ്ട്. എടാ നിനക്ക് ഇപ്പൊ അടി വേണ്ടെങ്കിൽ ഇവിടെ നിന്ന് നീ എണീറ്റ് പോ എന്നാണ് അവളുടെ നോട്ടത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അങ്ങനെ പെട്ടെന്ന് യോയും പറയുന്നുണ്ട്, നമുക്കൊരു കാര്യം ചെയ്യാമെങ്കിൽ വാമ്പയർസ് യഥാർത്ഥത്തിൽ ഉണ്ടെന്ന് നമുക്ക് അങ്ങ് പ്രൂവ് ചെയ്തേക്കാമെന്ന് പറയാണ്. പിന്നീട് നെക്സ്റ്റ് സീനിൽ കാണിക്കുന്നത് നമ്മുടെ ലൂയിസ് ഒരു ഐഡിയ പറയുന്നതാണ്, വാമ്പയർസിന് കുരിശ് പേടിയാണ്, അതുകൊണ്ട് തന്നെ നീ ഇത് വെച്ച് എന്തെങ്കിലും ഒരു ട്രൈ ചെയ്യാൻ പറയാണ്. എന്നിട്ട് അതെങ്ങനെയെങ്കിലും പന്നിന്റെ റൂമിന്റെ അകത്ത് കൊണ്ടുപോയി വെക്കണമെന്ന് പ്ലാൻ ചെയ്യാണ്. റൂമിന്റെ ഫ്രണ്ടിൽ അവൻ നിൽക്കുമ്പോഴാണ് ഒരു ആന്റി വന്നിട്ട് ചോദിക്കുന്നത്, നിനക്ക് ഇവനകത്ത് താമസിക്കുന്ന ചെറുക്കനെ അറിയാമോ എന്ന് ചോദിക്കുമ്പോൾ അവനും അറിയാമെന്ന് പറയാണ്. പെട്ടെന്ന് അവരും അവനെ വിളിച്ചുകൊണ്ട് പോവാണ്. ഈ ബിൽഡിങ്ങിൽ 2 റൂമുകളാണ് ഭയങ്കര അൺയൂഷ്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ നടന്നിട്ടുള്ളത്. ഒരെണ്ണം ആ റൂമാ. ഒരു ഇൻസിഡന്റ് നടന്നതിന് ശേഷം അതിനകത്ത് താമസിക്കാൻ വരുന്നവരൊക്കെ 2 ദിവസത്തിൽ കൂടുതലൊന്നും താമസിച്ചിട്ടേ ഇല്ല. പക്ഷെ ഇവൻ കുറെ കാലമായിട്ട് താമസിക്കുന്നതുകൊണ്ട് തന്നെ എനിക്ക് എന്തോ പന്തികേട് തോന്നുന്നുണ്ട്. കുറെ കാലം മുന്നേ ഈ റൂമിൽ ഒരു നല്ല അടിപൊളി കാണാനൊക്കെ നല്ല ലുക്കുള്ളൊരു ചെറുക്കൻ താമസിച്ചിരുന്നു. അവനാണെങ്കിൽ വൈകുന്നേരങ്ങളിൽ ചിലപ്പോൾ ചില സമയം പെൺകുട്ടികളെ കൊണ്ടുവരും, ചില സമയം ആൺകുട്ടികളെയും കൊണ്ടുവരും. അങ്ങനെ ഒരു ദിവസം ഒരു രാത്രിയിൽ അവനൊരു പെൺകൊച്ചിനെ അതിനകത്ത് കൊണ്ടുവന്നു. പിന്നീട് അവൻ ഒറ്റയ്ക്ക് പുറത്തിറങ്ങുന്നത് ഞാൻ കണ്ടു. എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ പയ്യെ ആ റൂം തുറന്നു നോക്കുമ്പോഴാണ് ആ പെൺകുട്ടി അവിടെ മരിച്ചു കിടക്കുന്നത് കാണുന്നത്. അവളുടെ കഴുത്തില് 2 പാടും ഉണ്ടായിരുന്നു എന്ന് പറയാണ്. ഇത് കേട്ട് വാമ്പയർ കടിച്ചതാണോ എന്ന് ചോദിച്ച് പേടിച്ച്
ചിരിച്ചിരിക്കുന്ന നമ്മുടെ യോയെ കാണിക്കുമ്പോഴാണ് അവരും പറയുന്നത് എനിക്കറിയത്തില്ല വാമ്പയർ ആണെന്ന്, ചിലപ്പം കൊതുവെല്ലാം കടിച്ചായിരിക്കും എന്ന് പറയാണ്. എന്നിട്ട് ഈ കാര്യമെല്ലാം അവന്റെ ഫ്രണ്ട്സിനെ വിളിച്ച് പറയുന്നുണ്ട്. ബോയും പറയാണ് ആ കാര്യം വളരെ റിസ്ക് ആയിട്ടുള്ളൊരു കാര്യമാണ്, നീ വെറുതെ അത് ചെയ്യാൻ നിൽക്കണ്ട എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും വാമ്പയർസ് ഉണ്ടെന്ന് പ്രൂവ് ചെയ്യണമെന്ന് തീരുമാനിക്കുമ്പോഴാണ് പെട്ടെന്ന് തന്നെ പന്നിനെ അവൻ കാണുന്നത്. പന്ന അവന്റെ റൂമിലേക്ക് എത്തുന്നതിന് മുന്നേ തന്നെ യോ അവിടെ ഓടി എത്തിയിട്ട് കഥവിന്റെ ഹാൻഡിലിന് അത് തൂക്കിയിട്ടിട്ട് പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ യോയുടെ റൂമിലേക്ക് പന്നെത്തിയിരിക്കുകയാണ്. ഇവർക്ക് രണ്ടുപേർക്കുള്ള സൂപ്പർ മാങ് കൊണ്ടാണ് നമ്മുടെ പന്നെത്തിയിരിക്കുന്നത്. പന്ന് നോക്കുമ്പോ യോ ആണെങ്കിൽ കഴുത്തിൽ സ്കാർഫ് ഒക്കെ ചുറ്റിയിരിക്കുന്നതാണ് കാണുന്നത്. പന്നെങ്ങാനും കടിച്ചിട്ട് അവനെങ്ങാനും ഒരു വാമ്പയർ ആയാലോ എന്നൊക്കെയുള്ള പേടിയിലാണ് അവൻ ഓടിച്ചെന്ന് സ്കാർഫ് ചുറ്റിയത്. ഞാൻ കടിക്കുമെന്നുള്ള പേടി കാരണമാണോ നീ സ്കാർഫ് ചുറ്റിയെന്ന് ചോദിക്കുമ്പോ അവനും പറയുന്നുണ്ട് നീ തെറ്റിദ്ധരിക്കൊന്നും വേണ്ട, എനിക്ക് നല്ല രീതിയിൽ തണുക്കുന്നുണ്ട് എന്ന് പറയാണ്. പന്നും പറയുന്നുണ്ട് നീ പേടിക്കണ്ട, ഞാൻ നിന്റെ ചോരയൊന്നും കുടിക്കത്തില്ല എന്ന് പറഞ്ഞിട്ട് അവന്റെ ആ ഒരു കുരിശ് കാണിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ചോദിക്കുന്നുണ്ട് നീയല്ലേ ഇത് കൊണ്ടുവന്ന് അവിടെ ഇട്ടത്, നീ എനിക്ക് എതിരെ ഉപയോഗിക്കാനും വേണ്ടിയിട്ടാണോ ഇത് വാങ്ങിച്ചതെന്ന് ചോദിക്കുമ്പോഴാണ് ഇത് കേട്ട് അവനും പേടിച്ചിട്ട് പറയുന്നത് അല്ലല്ല, ഞാനൊരു കടയിൽ പോയപ്പോ അത് നല്ല രസമായിട്ട് തോന്നി, അതുകൊണ്ട് ഞാൻ നിനക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ച ഗിഫ്റ്റാ എന്ന് പറയാണ്. നിനക്കിത് ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കുമ്പോൾ അവനും പറയുന്നുണ്ട് എനിക്കിത് ഒത്തിരി ഇഷ്ടപ്പെട്ടു, നിനക്കിതൊന്ന് എനിക്ക് ഇട്ട് തരാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നത്. ഇത് കേട്ട് നമ്മുടെ യോയി ഞെട്ടിയിട്ട് ചോദിക്കുന്നുണ്ട് അപ്പൊ അവൻ ഇതിനെ പേടിയില്ലേ, ഒട്ടും തന്നെ പേടിക്കുന്നില്ലേ എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവനും ഇട്ട് കൊടുക്കാനായിട്ട് ആവശ്യപ്പെടുന്നത്. അങ്ങനെ പിന്നീട് അവനും അത് കഴുത്തിൽ ഇട്ട് കൊടുക്കുകയാണ്. ഈ സമയം നമ്മുടെ യോയുടെ കഴുത്തിന്റെ തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ പന്ന് നിൽക്കുന്നത്. അങ്ങനെ നമ്മുടെ പന്നും അവന്റെ ബ്ലഡിന്റെ സ്മെല്ല് അടിച്ചിട്ട് പറയുന്നുണ്ട് നിന്റെ നല്ല സ്മെല്ലാണല്ലോ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് തന്നെ പേടിച്ച് നമ്മുടെ യോ അങ്ങോട്ട് മാറി നിന്നിട്ട് അവന്റെ സ്കാർഫൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. പന്ന അവനോട് ചോദിക്കുന്നുണ്ട് ഞാൻ ഇന്ന് നിന്റെ കൂടെ കിടന്നോട്ടെ, അതാവുമ്പോ എനിക്ക് നിന്റെ സ്മെല്ല് ചെയ്ത് ഇങ്ങനെ കിടക്കാമല്ലോ എന്ന് പറയുകയാണ്. വേണ്ടാന്ന് പറയുന്നത് നമ്മുടെ യോയോടും പറയുന്നുണ്ട് നീ ഇവിടെ ഒറ്റയ്ക്കല്ലേ, അല്ല ഒറ്റയ്ക്കല്ല, ഇല്ല പ്രേതം ഉണ്ടെന്ന് എനിക്കറിയാം, എന്നാലും നീ അല്ലാതെ ഒറ്റയ്ക്കല്ലേ എന്ന് ചോദിക്കുകയാണ്. സൈഡിലോട്ട് ചൂണ്ടിക്കാണിച്ച് ഇല്ല പ്രേതം ഉണ്ടെന്ന് എനിക്കറിയാമെന്ന് പറയുന്ന കേട്ട് നമ്മുടെ യോയോ ഒന്ന് ഞെട്ടുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട് ഞാൻ ഒറ്റയ്ക്കല്ല, എന്റെ ഫ്രണ്ട്സും എന്റെ സിസ്റ്ററും ഇന്ന് രാത്രിയിൽ എന്റെ കൂടെ വരുന്നുണ്ട് കിടക്കാനായിട്ട്. ഇത് കേട്ട് നമ്മുടെ പന്നം പറയുന്നുണ്ട് എങ്കിൽ ശരി ഞാൻ പിന്നൊരിക്കലും വരാം, നീ ആരും ഇല്ലെങ്കിൽ എന്നെ വിളിക്കണം എന്ന് പറയാണ്. ഇതേ കറക്റ്റ് ടൈമിൽ തന്നെ യോയെ യാമ വിളിക്കുന്നുണ്ട്. അങ്ങനെ പെട്ടെന്നും അവൻ കോൾ അടിക്കാൻ പുറത്തു പോയിട്ട് നമ്മുടെ യാമിനോട് പറയുന്നുണ്ട് നീ എന്റെ കൂടെ താമസിക്കാൻ വരണം എന്ന് പറയാണ്. അകത്ത് വന്നിട്ട് നമ്മുടെ പന്നിനോട് അവൻ പറയുന്നുണ്ട് എന്റെ ഫ്രണ്ട്സ് വരത്തില്ല, പക്ഷെ യാം വരും, അവൾ എന്റെ അനിയത്തിയാണ് എന്ന് പറയാണ്. ഇത് കേട്ട പന്നം അവന്റെ അനിയത്തിയെ കാണാനുള്ള ചാൻസ് കിട്ടിയതുകൊണ്ട് തന്നെ സന്തോഷത്തിലിരിക്കുകയാണ്. എന്നിട്ട് നമ്മുടെ പന്നം യോയോട് പറയുന്നുണ്ട് എനിക്ക് ഈ ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് തന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്, ഞാൻ ഇതെന്നും സൂക്ഷിച്ചു വെക്കും എന്ന് പറയാണ്. ഇന്ന് നിന്റെ ബർത്ത്ഡേ ആണോ എന്ന് ചോദിക്കുമ്പോ അവനും പറയുന്നുണ്ട് എനിക്കിന്ന് 900 വയസ്സായി, പക്ഷെ ഇത്രയും വർഷമായിട്ടും എനിക്ക് ആരും മനുഷ്യരെ പോലെ എനിക്ക് ഒരു ഗിഫ്റ്റ് പോലും തന്നിട്ടില്ല എന്ന് പറയാണ്. ഇതിന്റെ ആദ്യത്തെ ഗിഫ്റ്റ് ആണ് ഒരാൾ എനിക്ക് തരുന്നത്, അതുകൊണ്ട് തന്നെ ഞാൻ ഇത് സൂക്ഷിച്ചു വെക്കും എന്ന് പറയാണ്. അതുമാത്രമല്ല ഞാൻ ഇതുവരെയും എന്റെ ബർത്ത്ഡേ ആരുടെയും കൂടെ ആഘോഷിച്ചില്ല, നീയാണ് ഫസ്റ്റ് ആള് എന്ന് പറയാണ്. ഇത് കേട്ടിട്ട് നമ്മുടെ യോയിന് സങ്കടം തോന്നുന്നുണ്ട്. അങ്ങനെ അവനും യാമിന്റെ അടുത്ത് ഒരു മെസ്സേജ് ഇട്ട് പറയുന്നുണ്ട് ഒരു കേക്ക് മേടിച്ചോണ്ട് വരാൻ. അങ്ങനെ അവളും കേക്ക് വാങ്ങിച്ചോണ്ട് വന്നിട്ട് യോ പൻ കായ് യാം ഇവർ 4 പേരും കൂടെ നമ്മുടെ പന്നിന്റെ ബർത്ത്ഡേ ആഘോഷിക്കുകയാണ്. ഇവര് 3 പേരും അവന്റെ ബർത്ത്ഡേ ആഘോഷിക്കുന്നത് കണ്ടിട്ട് നമ്മുടെ പന്നിന് ഒത്തിരി സന്തോഷം തോന്നുകയാണ്. എന്നിട്ട് അവനും വിഷ് ചെയ്യുന്നുണ്ട് മാസ്റ്റർ യോയുടെ കൂടെ വർഷങ്ങളോളം എനിക്ക് സന്തോഷത്തോടെ ഇരിക്കണം, അതോടൊപ്പം തന്നെ എന്റെ ചുറ്റുമുള്ളവരും സന്തോഷത്തിൽ തന്നെ ഇരിക്കണം, മാസ്റ്റർ യോയുടെ കൂടെ എനിക്ക് എപ്പോഴും പോർക്ക് പ്ലേറ്റ് സൂപ്പ് കുടിക്കാനും സാധിക്കണം എന്ന് ആഗ്രഹിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് യോ ബോയിനെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പന്നിന് ആ കുരിശ് കണ്ടിട്ട് ഒട്ടും തന്നെ പേടി ഉണ്ടായിരുന്നില്ല എന്ന് പറയുമ്പോൾ അവളും പറയുന്നുണ്ട് ചിലപ്പോ എനിക്ക് പിന്നെ അവൻ വാമ്പയർ ആയിരിക്കത്തില്ല എന്ന് പറയാണ്. പക്ഷെ ഇത് കേട്ടിട്ട് അവരും വിശ്വസിക്കാൻ തീരുമാനിക്കുന്നില്ല. നമുക്ക് ഇനിയും കുറെ റിസർച്ച് നടത്താനുണ്ട്, അങ്ങനെ ഇങ്ങനെ ഒന്നും വിട്ടുകൊടുക്കാൻ ഞാൻ തയ്യാറല്ല എന്ന് പറയുമ്പോഴാണ് അവളും വേറൊരു ഐഡിയ പറയുന്നത് നീ വെളുത്തുള്ളി ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്, വാമ്പയറിന് വെളുത്തുള്ളി പേടിയാണ് എന്ന് പറയാണ്. ഇതേ സമയം നമ്മുടെ പന്നെയാണ് കാണിക്കുന്നത്. അവനും ആ കുരിശ് കിട്ടിയത് കൊണ്ട് തന്നെ വളരെ സന്തോഷത്തിലാണ്. എന്നിട്ട് അവനും ചിന്തിക്കുന്നുണ്ട് ഇത്രയും നാളും അവന്റെ ലൈഫിൽ ഒരു രസവും ഇല്ലായിരുന്നു, പക്ഷെ യോ വന്നതിന് ശേഷം അവന്റെ ലൈഫ് കുറച്ചെങ്കിലും ചേഞ്ച് ആയിട്ടുണ്ട്. എന്നിട്ട് അവനും ചിന്തിക്കുന്നുണ്ട് അവൻ ഇത്രയും കാലവും മരിക്കാതെ ജീവിച്ചതിന്റെ പർപ്പസ് യോയെ കണ്ടുമുട്ടുക എന്നുള്ളതായിരിക്കാം എന്നാണ് ചിന്തിക്കുന്നത്. എന്നിട്ട് അവനും ആ ലോക്കറ്റ് പിടിച്ച് സന്തോഷത്തിൽ യോയെ പറ്റി ചിന്തിച്ച് കിടന്ന് ഉറങ്ങുകയാണ് രാത്രിയില്. പക്ഷെ ഇതേ സമയം തൊട്ടടുത്ത റൂമിൽ തന്നെ പന്നിനെ ആരാണെന്ന് മനസ്സിലാക്കാനും അവൻ വാമ്പയർ ആണോ എന്നൊക്കെ മനസ്സിലാക്കാനും വേണ്ടിയിട്ട് ഓരോന്ന് ചിന്തിച്ചു കൂട്ടുന്ന യോയെ കാണിക്കുകയാണ്. ഇവന്റെ ഈ റിസർച്ചിന്റെ ഇടയിൽ എന്തെങ്കിലും ഗുലുമാലൊക്കെ ഒപ്പിക്കുമോ എന്നറിയാനും പിന്നെ നമ്മുടെ കായ് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന പോർക്ക് ബ്ലഡ് സൂപ്പിന്റെ കട അതിനെ തിരിച്ചു കൊണ്ടുവരാനും വേണ്ടിയിട്ട് പന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യുമോ എന്നറിയാനും നമുക്ക് നെക്സ്റ്റ് എപ്പിസോഡിന് വേണ്ടിയിട്ട് കാത്തിരിക്കണം. അപ്പൊ ഇതോടെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം. ബൈ, താങ്ക് യു.